വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 3-ാം ക്ലാസ്സിലെ എ സണ്ണി മോർണിംഗ് എന്ന ആദ്യത്തെ ചാപ്റ്ററാണ്. നമുക്കിതൊന്ന് വായിച്ച് പഠിക്കാം. എ സണ്ണി മോർണിംഗ്, സൂര്യപ്രകാശമുള്ള നല്ല പ്രസന്നമായ ഒരു പ്രഭാതം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. പ്രഭാത സൂര്യനെ ഇങ്ങനെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കി. ദ മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ, പീപ്ഡ് ത്രൂ ദ വിൻഡോ, ജനലിലൂടെ ഒളിഞ്ഞു നോക്കി. സാഷ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ, അമ്മ വിളിക്കുകയാണ്. സാഷ രാവിലെ ഉണരാൻ വളരെ താമസിച്ച് പോയിരിക്കുന്നു, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, വളരെ താമസിച്ച് പോയിരിക്കുന്നു. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ സാഷയെ വളരെ സോഫ്റ്റായിട്ടുള്ള വോയിസിലാണ് വിളിക്കുന്നത്, മൃദുവായ ശബ്ദത്തിൽ വിളിച്ചു. അമ്മ സാഷയെ വളരെ മൃദുവായ ശബ്ദത്തിലാണ് വിളിക്കുന്നത്. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അവൾ പാതി ഉറക്കത്തിലാണ്. അവൾ പാതി ഉറക്കത്തിലാണ്, ഒരു മയക്കത്തിലാണ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അമ്മേ, എന്നെ കുറച്ചു നേരം കൂടി ഉറങ്ങാൻ അനുവദിക്കൂ. നോ ഡിയർ, ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്. വേണ്ട മോളെ, ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്, ഇതിപ്പോൾ തന്നെ താമസിച്ചു പോയി. മദർ കെയിം ഇൻ ആൻഡ് ജെല്ലി പാറ്റഡ് ഹെർ. അമ്മ കയറി വന്നു, എന്നിട്ട് സാവധാനം മൃദുവായിട്ട് അവളെ തട്ടി. ജെൻലി പാറ്റഡ് ഹെർ, അമ്മ മകളെ തട്ടി ഉണർത്തി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. സാഷ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. റബ്ബി ഹെർ ഐസ്, കണ്ണ് തിരുമ്മിക്കൊണ്ട്. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? ആ വാസന എന്താ? ലവ്ലി, നല്ല രസമുള്ള വാസന. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. അവളങ്ങ് ശ്വാസം ആഞ്ഞു വലിച്ചു. ഷീ റഷ്ഡ് ദ കിച്ചൺ. അവൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളെ പിന്തുടർന്നു. നമുക്കേ 1-2 അർത്ഥങ്ങൾ നോക്കാം കേട്ടോ. പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നാണ് അർത്ഥം. പീപ്പ് മീൻസ് ഒളിഞ്ഞു നോക്കുക. പീക്ക് എന്നും പറയാം, PEEK എന്നും പറയാം, പീക്ക് എന്നും പറയാം. പീപ്പ് മീൻസ് പീക്ക്, ഒളിഞ്ഞു നോക്കുക. റഷ് മീൻസ് ഹറി, വളരെ തിരക്കിട്ട് പോവുക. വളരെ തിരക്കിട്ട് പോവുക. പാറ്റ് മീൻസ് തട്ടുക, മൃദുവായി തട്ടുന്നതിനാണ് പാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. സാഷാസ് ഫേവററ്റ് സ്നാക്ക്. സാഷയ്ക്ക് ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ നല്ല തിരക്കിലാണ്. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലാണ്. ബിസി മീൻസ് തിരക്ക്. സാഷ, യുവർ സ്നാക്ക് ഈസ് റെഡി. സാഷ, നിൻ്റെ ലഘുഭക്ഷണം ഇതാ തയ്യാറായി. സാഷ, യുവർ ഫേവററ്റ് സ്നാക്ക് ഈസ് റെഡി. സാഷ, നിൻ്റെ പ്രിയമുള്ള ലഘുഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ഹീ സെഡ്, അച്ഛൻ പറഞ്ഞു. എന്താ അച്ഛൻ പറഞ്ഞത്? സാഷ, യുവർ ഫേവററ്റ് സ്നാക്ക് ഈസ് റെഡി. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ഡ്. സാഷ ചോദിച്ചു. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? ഞാനത് കുറച്ച് സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി. തീർച്ചയായിട്ടും മോള് കൊണ്ടുപോയിക്കോളൂ. ഗോ ആൻഡ് ഗെറ്റ് റെഡി, പോയി ഒരുങ്ങിക്കോളൂ. പോകാൻ ഒരുങ്ങിക്കോളാണ് സ്കൂളിലേക്ക്, കേട്ടോ. മദർ സെറ്റ്, അമ്മ പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞത്? ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം. അവൾ കുളിമുറി പോയി. ഹമ്മിങ് എ ട്യൂൺ, ഒരു മൂളിപ്പാട്ടമൊക്കെ പാടിക്കൊണ്ടാണ് പോയത്. സാഷ, ആറൻ്റ് യു റെഡി യെറ്റ്? സാഷ, നീ ഇതുവരെ റെഡിയായില്ലേ? ആറൻ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ. അത് നവീന, ഹെർ ഫ്രണ്ട്, അവളുടെ സുഹൃത്ത്. ഹീ വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്. അവനാണെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഹീ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിൻ്റെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, വെറും 5 minute. സാഷ ഹറിയിടം. സാഷ തിരക്ക് കൂട്ടി. ഒരു 5 minute കൊണ്ട് നിൽക്കാതെ, ഞാൻ പെട്ടെന്ന് വരാം. അതാ ദി സർപ്രൈസ് മീൻസ് അതിശയം, ആശ്ചര്യം എന്നൊക്കെയാണ്. സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും ദേ റീച്ച് ദ സ്കൂൾ, അവർ സ്കൂളിൽ ചെന്നു. എപ്പോഴാ? ജസ്റ്റ് ബിഫോർ ബെൽ റാങ്, മണി അടിക്കുന്നത് തൊട്ട് മുമ്പായിട്ട്. സാഷ ആൻഡ് നവീൻ റീച്ച് ദ സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്.
സാഷയും നവീനും സ്കൂളിൽ ചെന്നു. എപ്പോഴാണ്? ജസ്റ്റ് ബിഫോർ ദി ബെൽ റാങ്. മണി അടിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇറ്റ് സ്മെൽസ് നൈസ്. നല്ല വാസനയുണ്ടല്ലോ. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്റ്റ്. നിൻ്റെ ബാഗിൽ എന്താണ്? നവീൻ ചോദിച്ചു. നല്ല വാസനയുണ്ടല്ലോ, എന്താണിത് ബാഗിൽ? ഇറ്റ് ഈസ് എ സർപ്രൈസ്. അതൊരു അതിശയ കാര്യമാണ്, അതൊരു സർപ്രൈസാണ്. വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു കാത്തിരുന്നോളൂ, ആ സർപ്രൈസ് നമുക്ക് പിന്നെ തരാവുന്ന. വെയിറ്റ് ഫോർ എ വൈൽ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. സാഷ ടിഫിൻ ബോക്സ് എടുത്ത് ആഹാരപാത്രം എടുത്ത് തുറന്നു. എന്നിട്ടോ വൗ, ഉണ്ണിയപ്പമാണ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതാ എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞത്. നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ ആർത്ത് വിളിച്ചു. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഔട്ട് ഇൻ സർപ്രൈസ് എന്നാ. സർപ്രൈസ് വരുമ്പോൾ, അതിശയം വരുമ്പോൾ ആർത്ത് വിളിച്ച് പറയുക. എന്താ എക്സ്ക്ലെയിം എന്ന് പറയുന്നത്. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേഴ്സ് സാഷ. എല്ലാവരും സാഷയുടെ അടുക്കലേക്ക് ഓടിക്കൂടി. ദേ റഷ്ഡ് ടുവേഴ്സ് സാഷ. റഷ്ഡ് മീൻസ് ഹറീഡ്. ദ ഹറീഡ് ടുവേഴ്സ് സാഷ. വെയിറ്റ്, ഡോണ്ട് റഷ്. കാത്തിരിക്കുക, ധൃതി പിടിക്കില്ലേ. ഡോണ്ട് റഷ്. ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ. ഇതെല്ലാവർക്കും ഉണ്ട്. ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ. എല്ലാവർക്കും തരാൻ മാത്രമുണ്ട്. നവീൻ പറഞ്ഞു. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ സമയത്ത് സമ്മൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആരോ ജനാലക്കൽ വന്നു. ഹേയ്, ഹു ഈസ് ദാറ്റ്? അതാരാണ്? സാഷ ആസ്. ഹേയ്, അതാരാണെന്ന് സാഷ വിളിച്ചു ചോദിച്ചു. എ ഗേൾ അറ്റ് ദ വിൻഡോ. ജനാലക്കൽ ഒരു പെൺകുട്ടി. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനാലയ്ക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഹീ സോ എ ഗേൾ. അവൻ്റെ പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ. ഞാൻ ഇവളെ എങ്ങോ കണ്ടിട്ടുണ്ടല്ലോ. ഹേ സെറ്റ്. അവൻ പറഞ്ഞു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ. ഞാൻ അവളെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട്. ഹേ സെറ്റ്. അവൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. പെൺകുട്ടി ഇവരെ വളരെ ജിജ്ഞാസയോടെ നോക്കുക. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ക്യൂരിയസ്ലി മീൻസ് ഇൻക്വിസിറ്റീവ്ലി. വളരെ ജിജ്ഞാസയോടെ നോക്കുകയാണ്. ഹെയർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ ചിതറിയ മുടി കാറ്റിലിങ്ങനെ പറക്കുന്നുണ്ട്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയാണെന്ന് തോന്നുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയായിട്ടാണ് കാണപ്പെട്ടത്. സാഷ വെൻറ്റ് ദ വിൻഡോ. സാഷ ജനലിൻ്റെ അടുക്ക് ചെന്നു. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ അവൾക്കൊരു ഉണ്ണിയപ്പം കൊടുക്കാൻ നോക്കി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ഹർ. സാഷ അവൾക്കൊരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു. ബട്ട് ദ ഗേൾ റാൻ അവേ. പക്ഷെ ആ പെൺകുട്ടി ഓടിപ്പോയി. വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. അത് എടുക്കാതെ തന്നെ. സാഷാസ് ഐസ് ഫോളോഡ് ഹർ. സാഷയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. സാഷ നോക്കിക്കൊണ്ട് നിന്ന കേട്ടോ. സാഷ അവർ ഓടിപ്പോകുന്നു നോക്കിക്കൊണ്ട് നിന്നു. സാഷാസ് ഐസ് ഫോളോഡ് ഹർ ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ആ പെൺകുട്ടി അകലെയല്ല കുറ്റിക്കാടിൻ്റെ മറവിലൂടെ അങ്ങ് പോയത്. ഷീ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. കുറ്റിക്കാട്ടുകൾക്കപ്പുറത്ത് അവൾ മറഞ്ഞുപോയി. അപ്രത്യക്ഷയായി. ഡിസപ്പിയർഡ് മീൻസ് അപ്രത്യക്ഷയായി. വേർ ഡസ് ഷീ ലീവ്? അവൾ എവിടെയായിരിക്കും ജീവിക്കുന്നത്? സാഷ ആസ്ഡ് നവീൻ. സാഷ നവീനോട് ചോദിച്ചു. വേർ ഡസ് ഷീ ലീവ്? അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന്. നവീൻ എന്താണപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്? നവീൻ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം കടിച്ചെടുത്ത് അതിൽ രസിച്ചങ്ങ് നിൽക്കുകയായിരുന്നു. നവീൻ വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഐ ഡോണ്ട് നോ ഹീ സെറ്റ്. അവൻ പറഞ്ഞു, എനിക്കറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. സാഷ സെറ്റ്. പാവം പെൺകുട്ടി, അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയതാണ്. സാഷ പറഞ്ഞു. സാഷ എന്താ പറഞ്ഞത്? പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയതാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ദി ഗേൾ കംസ് അഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വരുന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച്. നല്ല കൂട്ടുകാർക്ക് ക്യാൻ ചേഞ്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്? ദ ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ. ഒരു വിഷമിക്കുന്ന മുഖത്തെ പുഞ്ചിരിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. മിസ് അനുപമ, ദെയർ ടീച്ചർ. മിസ് അനുപമ അവരുടെ ടീച്ചറാണ്. ഷീ ഈസ് ദെയർ ടീച്ചർ.
ഓ സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അവർ ക്ലാസ്സിൽ ഒരു ഗാനം ആലപിക്കുകയായിരുന്നു, അല്ലെ ഒരു പാട്ട് പാടുകയായിരുന്നു. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. വാതുക്കൽ വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടു. ആരാ കണ്ടത്? സാഷ കണ്ടു. ആരെയാ കണ്ടത്? നേരത്തെ ആ ജനാലക്കൽ വന്ന പെൺകുട്ടിയില്ലേ, അതിനെയാണ് വീണ്ടും കണ്ടത്. പൂവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക് ഷീ വോണ്ട്സ് ടു കം ഇൻ. എനിക്ക് തോന്നുന്നു അവൾക്കകത്തേക്ക് വരണമെന്നുണ്ടെന്ന്. സാഷ മർമേഡ്. സാഷ പിറുപിറുത്തു. മർമേഡ് മീൻസ് വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾ പിറുപിറുത്തു. ലിസൺ സെഡ് ദ ടീച്ചർ. ശ്രദ്ധിക്കൂ, ടീച്ചർ പറഞ്ഞു. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചറിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ ദ ഗേൾ റാൻ അവേ, അവൾ ഓടിപ്പോയി. എപ്പോഴാണ് ആ പാവപ്പെട്ട പെൺകുട്ടി ഓടിപ്പോയത്? ഓൺ ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ്. ടീച്ചറിൻ്റെ വോയിസ് കേട്ടപ്പോൾ, ടീച്ചറിൻ്റെ സൗണ്ട് കേട്ടപ്പം ദ ഗേൾ റാൻ അവേ, പെൺകുട്ടി ഓടിപ്പോയി. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. എ ലുല്ലാബി, ഒരു താരാട്ട് പാട്ട്. ആഫ്റ്റർ സ്കൂളിൽ വിട്ട ശേഷം, ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വേർ വാക്കിംഗ് ഹോം. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഓൺ ദ വേ, പോകുന്ന വഴിയിൽ ദ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അവർ കേട്ടു. എന്താ കേട്ടത്? സമ്മൺ സിംഗിങ് എ സോങ്. ആരും ഒരു പാട്ട് പാടുന്നു. ദ ബെസ്റ്റ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരെ, വിൽ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകുമെന്നാണ്? നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചെറിയ പരീക്ഷണങ്ങളെ അവർക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചെറിയ പരീക്ഷണങ്ങളെ അവർക്ക് മനസ്സിലാവും. ആൻഡ് ലെൻഡ് എ ഹാൻഡ്, അവർ നമുക്ക് സഹായഹസ്തം നീട്ടും. അല്ലെങ്കിൽ എന്താണ്? അവർ നമുക്ക് ഒരു കൈത്താങ്ങ് നൽകും. മനസ്സിലായോ പറഞ്ഞത്? അവർ നമ്മെ സഹായിക്കുമെന്ന്. നല്ല കൂട്ടുകാർ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ സഹായിക്കും. നവീൻ, ഡു യു ഹിയർ ദ സോങ്? നവീനെ, നീ ആ പാട്ട് കേട്ടോ? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു. ദാറ്റ് ഈസ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. അത് നമ്മുടെ ടീച്ചർ ഇന്ന് നമ്മളെ പഠിപ്പിച്ച പാട്ടാണ്. ദാറ്റ് ഈസ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. ആ പാട്ട് നമ്മുടെ ടീച്ചർ ഇന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. നവീൻ റിപ്ലൈഡ്. നവീൻ മറുപടി പറഞ്ഞു. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷെ ആരാ പാടുന്നത്? കം ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു വാക്കിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ട്രയൽ. എന്താണ് ട്രയൽ? ട്രയൽ മീൻസ് വിചാരണ. കോടതിയിലെ വിചാരണയ്ക്കും ട്രയൽ എന്നാണ് പറയുന്നത്. പരീക്ഷണം, അതിനും ട്രയൽ എന്നാണ് പറയുന്നത്. നമ്മൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ, അതിനെയൊക്കെ ഈ ട്രയൽ എന്ന് വേണേൽ പറയാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.